സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ആ സൈസ് എടുക്കാം. ഈ സൈസ് ഇതെല്ലാം നമുക്ക് വിഡ്ത്താണ് അധികം വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ 1350, ഇവിടെ നമുക്ക് 1080 കൊടുക്കാം. 1080 ഈ ഒരു സൈസ് കിട്ടി. ഇനി നമുക്ക് നേരെ കൊക്കക്കോളയുടെ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. കൊക്കക്കോളയുടെ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇന്നത്തെ ഡേറ്റ് ഞാൻ സേവ് ചെയ്തല്ലേ 02. ഇത് കുറച്ച് സൈസ് കൂട്ടാം, കാരണം ഇത് ചെറിയൊരു സൈസാണ്. പിന്നെ ഇമേജ് സെർച്ച് ചെയ്താലൊക്കെ കിട്ടും, പക്ഷെ നമുക്ക് നേരമില്ലാത്തതുകൊണ്ടും എല്ലാം കൊണ്ടും നമ്മളിത് എടുക്കുകയാണ്. സേവ് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് ഈ 2 ഇമേജും കൂടി ആഡ് ആവശ്യമുണ്ട്. ഇത് സേവ് ചെയ്യാം. ഇതിവിടെ ഇട്ടു, ഇതാവശ്യമില്ല. ഇനി നമ്മൾ ഇത് ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സെലക്ഷനിൽ പോയിട്ട് നമ്മൾ ടൂൾ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം ബാക്ക്ഗ്രൗണ്ട് കളയാനുള്ളൊരു ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ കൊടുത്തു, CTRL+X, ബാക്ക്ഗ്രൗണ്ട് ഡിലീറ്റ്, പേസ്റ്റ്. ഇനി നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റാം. ഇപ്പോൾ തൽക്കാലം അങ്ങനെ എടുക്കട്ടെ. പിന്നെ ഇതിങ്ങനെ ഇനി നമുക്ക് കുറച്ച് മണലായുള്ള സംഭവങ്ങൾ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പണ്ടൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ഇമേജസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട്. ഇത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മണലാണ് ആവശ്യമുള്ളത്. അപ്പോൾ മണലെടുക്കാം. ഇത് നമുക്ക് കുറച്ചൊരു ഇതായിട്ട് കിട്ടണം. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് വീച്ചിൻ്റെ നല്ലൊരു ഇത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് സെർച്ച് ചെയ്യാം.
ഇതിൻ്റെ ഈ വൈറ്റ് കളർ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനായിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. കട്ട്. ഓക്കെ, ഇത് തൽക്കാലം അവിടെ കിടക്കട്ടെ. പിന്നെ നമുക്ക് ബീച്ചിൻ്റെ കാര്യം സെറ്റ് ചെയ്യാനുണ്ട്. ബീച്ചിൽ നല്ലൊരു സ്കൈ കൊടുക്കണം. ഈ സ്കൈ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. സ്കൈ സെർച്ച് ചെയ്യുക. നമുക്ക് ഇഷ്ടംമാതിരി സ്കൈയും കാര്യങ്ങളൊക്കെ കിട്ടും. ബീച്ച് സ്കൈ എന്നടിച്ചാൽ മതി. ഈ സ്കൈ ഒന്നും കുഴപ്പമില്ല. ഓക്കെ, സംഭവം സെറ്റായി. ഇനി നമുക്ക് ഇതൊന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. ഇത് നമുക്ക് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടാൻ നോക്കാം. കിട്ടാൻ വഴിയില്ല, എന്നാലും നോക്കാം. യെസ്, ഏറെക്കുറെ കിട്ടിയിട്ടുണ്ട്. സേവ്. അപ്പോൾ ഇതിൻ്റെ നേരിലും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ന്യൂ ലെയർ എടുക്കുക. ഈ ഒരു കളർ പിക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ലെയർ ഹൈഡ് ചെയ്യുക. ഇത് ഈ ലെയർ ഹൈഡ് ചെയ്യുക. എന്നിട്ട് ഇത് ബാക്കിലേക്ക് ഇടുക. ഇങ്ങനെ ഇവിടുന്ന് ഫിൽറ്ററിൽ പോയിട്ട് ബ്ലർ കൊടുക്കുക. ചെറിയ ബ്ലർ കൊടുക്കാൻ മതിട്ടാ. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്കറിയാമല്ലോ ലൈറ്റ് എവിടെ നിന്നാണ് വരുന്നത്. നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. വേറെ ചെറിയൊരു നീളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് വരുത്താം. എൻ്റർ അടിക്കുക. ന്യൂ ലെയർ എടുക്കുക. ബ്രഷ് എടുക്കുക. ഓക്കെ, നമുക്ക് ഈ കൊക്കക്കോളയുടെ കാര്യം സെറ്റ് ചെയ്യാനുണ്ട്. കൊക്കക്കോള നമുക്ക് കുറച്ച് ഇങ്ങോട്ട് ആക്കി വെച്ചിട്ട് ഈ ലെയറിൽ നിന്ന് കുറച്ച് സെലക്ട് ചെയ്യുക. കോപ്പി അടിക്കുക. വീണ്ടും പേസ്റ്റ് ചെയ്യുക. ഏറ്റവും മുകളിലേക്കിടുക. എന്നിട്ട് നമുക്കൊരു ഏകദേശം ഒരു ഇതിൻ്റെയൊക്കെ ഇതനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് അതിൻ്റെ ബ്ലറ് കുറച്ചുകൂടി എഡ്ജ് കുറച്ച് ഷാർപ്പാണ്, അതൊന്ന് കളയാം.
ഇനി നമുക്ക് ലൈറ്റിങ് വരുന്നത് ചെയ്യാം. ലൈറ്റിങ് നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് ഇവിടെ നിന്നാണ് വരുന്നത് ലൈറ്റിങ്. അപ്പോൾ നമുക്ക് ഇതിനും അങ്ങനെ തന്നെ ലൈറ്റിങ് കൊടുക്കാം. ആ ഒരു പാറ്റേണിൽ തന്നെ ഇങ്ങോട്ട് ഈ ഒരു ആംഗിളൊക്കെ ആയിരിക്കും. ഇതിനൊരു വഴി ഉണ്ടാക്കാം. ഓക്കെ അടിക്കാം. ഇത് ഡിലീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാം എല്ലാവരും നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയിം പോലെ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിന് ഫിൽറ്ററിൽ പോയിട്ട് ബ്ലറിൽ ചില സമയത്ത് സിസ്റ്റം എങ്ങനെയാണ് നമ്മൾ വിചാരിക്കണ വരുന്നില്ല. ഊഷ്യം ബ്ലർ ബ്ലർ എടുക്കുക, ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഈ ബ്ലർ എടുത്തിട്ട് നമുക്ക് ഇവിടേക്കൊന്ന് എന്ത് ചെയ്യാം, ഫീൽഡ് ബ്ലർ ശരിക്കും കൊടുക്കുന്നത് അത് ഈ ഫോട്ടോഷോപ്പിന് എന്തോ കുഴപ്പമുണ്ട്. ചില നേരത്തൊക്കെ കാണും, ചില നേരത്തൊന്നും കാണില്ല. ഓക്കെ, അപ്പോൾ ഈ സംഭവം എടുത്തിട്ട് നമുക്ക് ഒരു ന്യൂ ലെയർ എടുക്കാം. കൺട്രോൾ ചെയ്യടിച്ചിട്ട് ഞാൻ അതിനെ എന്ത് ചെയ്തു, ഡാർക്കാക്കി. ഞാനിവിടെ കുറച്ച് ഞാൻ അതിൻ്റെ അടിയിലത്തെ ലെയർ എടുത്തിട്ട് ഞാൻ ഇതിൽ ഈ ടൂൾ എടുത്തിട്ട് ഞാൻ കുറച്ച് കളറ് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൂൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സേവ് കൊടുക്കുക. പിന്നെ എനിക്ക് മൊത്തത്തിലൊന്ന് കളറൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഇതിൻ്റെയൊക്കെ ഇത് ഇവിടേക്കൊന്ന് കൺട്രോളും അടിച്ചിട്ട്
കൺട്രോളും അടിച്ച് കളറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. നമുക്ക് കളർ ബാലൻസിൽ പോയിട്ട് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. സോളിഡ് കളർ ബാലൻസ് ഓക്കെ. ഇനി ന്യൂ ലെയർ എടുക്കുക. ന്യൂ ലെയർ എടുത്തിട്ട് വൈറ്റ് ആഡ് ചെയ്യുക. നമുക്ക് ഈ ഒരു കളറും ഒരു അങ്ങനത്തെ ഒരു ലൈറ്റിങ് ആവശ്യമുണ്ട്. ഇവിടെ നിന്നെടുത്തു. ഇനി നമുക്ക് ഒരു സാധനം കൂടി ആഡ് ചെയ്യാനുണ്ട്. ഫിൽറ്ററിൽ പോയിട്ട് വിഷൻ ബ്ലറിൽ പോയിട്ട് ഈ സംഭവം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത്ര അത് വേണ്ട. ഓക്കെ കൊടുക്കുക. ഹ്യൂ സാച്ചുറേഷൻ എടുക്കുക. വൈറ്റ് കിട്ടാനാണ്. ഓക്കെ. ഇനി നമുക്ക് ഈ ഇല ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. ഇതൊന്ന് ബ്ലർ ചെയ്യാം. മോഷൻ ബ്ലർ കൊടുക്കുക. അതിന് മോഷൻ ബ്ലർ ഓക്കെ. എന്നിട്ട് ഇതിന് കളറ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതിന് കളറൊന്ന് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് കറക്റ്റ് ചെയ്യാം. ഈ ഏരിയയിലാണ് കൂടുതൽ കളർ വരിക. ഇനി ന്യൂ ലെയർ എടുത്തിട്ട് ഇനി നമുക്ക് ഡിസർട്ട് വിൻഡ് അടിച്ചിട്ട് സെറ്റ് ചെയ്യാണ്ട് അത് നമുക്ക് നോക്കാം. അത് കറക്റ്റ് സാധനം കിട്ടണം.
കൺട്രോൾ A അടിക്കുക, ഇത് കോപ്പി ചെയ്യുക. ഇതൊന്നും ഇനി ആവശ്യമില്ല, ഇതും ആവശ്യമില്ല. നമുക്കിതിൽ പേസ്റ്റ് ചെയ്യാം, റിവേഴ്സ് അടിക്കാം. ഇനി സെലക്ട് കൊടുത്തിട്ട് കളർ റേഞ്ച് അടിക്കുക, ഓക്കെ കൊടുക്കുക, ഡിലീറ്റ് ചെയ്യുക. കളർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്കിത് വൈറ്റ് ഒരു ബീജ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേസ്.